ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളുടെ ഗംഗേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ ഗംഗേച്ചി നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു. നമ്മൾ ഗംഗേച്ചി വിനീതന്റെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരുടെ ആഗ്രഹം നടന്നു. ഗംഗേച്ചിയുടെ ആഗ്രഹം എന്തായി? വിനീതനെ കെട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഗംഗേച്ചിക്ക് മറ്റേ ആ ഋഷി എന്ന് പറഞ്ഞ ആ ചേട്ടൻ ഫസ്റ്റ് വന്ന ആ ചേട്ടനെ കെട്ടണമെന്നായിരുന്നു ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദുബായിലൊക്കെ പോയി പോകാനോ. ഇതിപ്പോൾ തയ്യലിൻ്റെ കാര്യം അല്ലാണ്ട് വേറെ എന്ത് സംസാരിക്കാൻ. പക്ഷെ എന്നാലും വിനീതേട്ടൻ പാവമാണ്. ഗംഗേച്ചിക്ക് എന്താണ് വിനീതേട്ടനെ കല്യാണം കഴിച്ച് എന്തായാലും ജീവിതം നയിക്കാൻ പറ്റും. ഞാനല്ലേ നിന്റെ ചേച്ചി, വിനീതേട്ടനല്ലല്ലോ നിന്റെ ചേട്ടൻ, ഞാനല്ലേ എന്റെ സ്വന്തം ചേച്ചി. അതല്ല, എന്നാലും പറഞ്ഞതാണ്. വിനീതേട്ടൻ നമുക്ക് ഡ്രസ്സ് മേടിച്ചു തന്ന്, ഫുഡ് മേടിച്ചു തന്ന്, അത് നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ പൊറോട്ട വരെ മേടിച്ചു തന്നു. ആ ഫുഡ് മേടിച്ചു തന്നാലും കല്യാണം കഴിക്കാൻ പറ്റുമോ അവര്? അതല്ല, എന്നാലും ചിക്കൻ പൊരിച്ച മുട്ട മേടിച്ചു തന്നില്ലേ? അല്ല, എടുത്ത് തന്നില്ലേ? സ്വന്തമായിട്ട് മേടിച്ചു കഴിച്ചോളാം. ഇതൊന്നും അറിയാണ്ട് കല്യാണമാണെന്ന് പോലും നോക്കാണ്ട് കിടന്നുറങ്ങുന്നുണ്ടോ യമുനേച്ചി? യമു കിടന്നുറങ്ങുന്നത് ഇപ്പൊ എണീറ്റ്. അപ്പൊ ഗായ്സ്, അങ്ങനെ നമ്മളുടെ ഗംഗേച്ചിന്റെ കല്യാണം എന്താ മഴയൊക്കെയായിപ്പോയി. നല്ല മഴയുണ്ട്. അപ്പൊ അതാ നമ്മളുടെ ശാരദമ്മ ഇവിടെ ഇരിക്കും. ശാരദമ്മേ, നമ്മുടെ കാവേരി ചേച്ചി കിടന്നുറങ്ങി. അച്ഛമ്മ അതാ വെട്ടിയിട്ട ചക്ക പോലെ കിടക്കുന്നു ഫാനും കൊണ്ട്. നല്ല ചൂടാണ് ഗൈസ്. നമുക്ക് ഇത് ഭയങ്കര മഴയാണെങ്കിൽ പോലും നല്ല ചൂടാണ്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. യമു ബൈ ബൈ. കല്യാണം പെണ്ണെ ബൈ പറ. നമ്മളുടെ കാവേരി ചേച്ചി കിടന്നുറങ്ങുകയാണ്. ബൈ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.